അധ്യായം 17. ക്ലാരയുടെ മുത്തശ്ശി മടങ്ങിപ്പോകുന്ന വിവരമറിഞ്ഞപ്പോൾ ഹെയ്ദിക്ക് വല്ലാത്ത വിഷമമായി. മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ റൊട്ടൻമിയർ എതിരൊന്നും പറയില്ല. കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് വേണ്ടത് ചെയ്യാൻ മുത്തശ്ശിക്കറിയാം. അധികം കഴിഞ്ഞില്ല, മുത്തശ്ശി അവിടം വിട്ടു. അവർ പോയ ദിവസം ക്ലാരയും ഹെയ്ദിയും വല്ലാതെ ദുഃഖിച്ചു. രാത്രിയാവുമ്പോൾ ഹെയ്ദിയുടെ സ്വപ്നങ്ങളിൽ മലമുകളിലെ സ്വന്തം വീടും അപ്പൂപ്പനും നിറഞ്ഞു നിന്നു. അപ്പൂപ്പന് സുഖമാണെന്ന് സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണരുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൂപ്പനെ കാണണമെന്ന ആഗ്രഹം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നു. മനസ്സ് എപ്പോഴും ആധി പിടിച്ചതായി. ശരീരം മെലിയുകയും വിളറുകയും ചെയ്തു. ഹെയ്ദിക്ക് ഭക്ഷണം വേണ്ടാതായി. ഹെയ്ദി ആഹാരം പുറത്തു കൊണ്ടുപോയി കളയുന്നത് കണ്ടപ്പോൾ സെബാസ്റ്റ്യൻ പരിഭ്രമിച്ചു. ഈ സമയങ്ങളിൽ വീട്ടിനകത്തും അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ പൂമുഖവാതിൽ തുറന്നിരിക്കുന്നതായി സെബാസ്റ്റ്യൻ കണ്ടു. ഭയത്തേക്കാളേറെ അത്ഭുതമാണുണ്ടായത്. സാധാരണ സെബാസ്റ്റ്യനാണ് വാതിൽ തുറക്കാറുണ്ടായിരുന്നത്. വീട്ടിലുള്ള വസ്തുക്കളൊന്നും നഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് കള്ളന്മാരല്ല എന്ന് തീർച്ചയായി. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഏണിപ്പടിയിൽ ഒരു വെളുത്ത രൂപം. റൊട്ടൻമിയർ ആകെപ്പാടെ പേടിച്ച് നിലവിളിച്ചു. പിന്നെ ആ രൂപം കണ്ടില്ല. അടുത്ത ദിവസം തന്നെ റൊട്ടൻമിയർ സെസിമിന് കത്തെഴുതി. ഉടനെ വീട്ടിലെത്തി കാണണമെന്നും പല അസാധാരണ സംഭവങ്ങൾ കൊണ്ട് എല്ലാവരും പേടിച്ചാണ് കഴിയുന്നതുമെന്നുമാണ് റൊട്ടൻമിയർ എഴുതിയത്. സെസിമൻ അത്ര കാര്യമാക്കിയില്ല. വെറുതെ പേടിക്കുന്നതാകുമെന്നേ കരുതിയുള്ളൂ. എന്നാൽ സെസിമിനെ കാണാതായപ്പോൾ സെസിമിന് റൊട്ടൻമിയർ വീണ്ടും കത്തെഴുതി. ക്ലാരയും പേടിച്ചിരിക്കുകയാണെന്നും അവളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയമായിരുന്നു രണ്ടാമത്തെ കത്തിൻ്റെ ഉള്ളടക്കം. ഇത് കിട്ടിയപ്പോൾ സെസിമൻ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം രാവിലെ സെസിമൻ എഴുന്നേറ്റപ്പോൾ മുൻവാതിൽ തുറന്നിരിക്കുന്നതാണ് കണ്ടത്. ഇതിലെന്തോ പ്രത്യേകതയുള്ളതായി സെസിമന് തോന്നി. എന്തായാലും കാരണം കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. സെസിമൻ ക്ലാരയുടെ ഡോക്ടറുമായി കാര്യം ചർച്ച ചെയ്തു. രാത്രിയായി. രണ്ടുപേരും വർത്തമാനം പറഞ്ഞു, കാപ്പി കുടിച്ചു, സമയം തള്ളി നീക്കി. രാത്രി 12 മണി കഴിഞ്ഞു. അപ്പോൾ വാതിലിൻ്റെ സാക്ഷ നീങ്ങുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെങ്കിലും അവർ ശബ്ദം കേട്ട വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. ആരാണ്? സെസിമൻ ഉറക്കെ ചോദിച്ചു. ഒരു രൂപം തിരിയുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്തു. വീട് മുഴുവൻ ഞെട്ടിപ്പോയി. അത് ഹെയ്ദിയായിരുന്നു. നൈറ്റ് ഗൗൺ ധരിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്ന് നിൽക്കുന്നതാണ് അവർ കണ്ടത്. എന്താ ഹെയ്ദി, നീ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ചോദിച്ചു. ഞാൻ എനിക്കറിയില്ല. ഹെയ്ദി വിറച്ചുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. ഡോക്ടർ ഹെയ്ദിയുടെ കൈ പിടിച്ച് നടന്നു. അദ്ദേഹം അവളോട് വളരെ സൗമ്യമായാണ് സംസാരിച്ചത്. അവളുടെ വർത്തമാനത്തിൽ നിന്നും ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി. ഹെയ്ദി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതാണ്. ഏവരെയും പേടിപ്പിച്ച രൂപം. അവൾക്ക് വീടിനെ പറ്റിയുള്ള വിചാരം ഏറെ ആയതുകൊണ്ട് ഉറങ്ങുമ്പോൾ അവൾ അറിയാതെ നടന്നു പോവുകയാണ്. മനസ്സിൻ്റെ പ്രയാസം അവളുടെ ശരീരത്തെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവളുടെ അസന്തുഷ്ടിക്കും ഉത്സാഹമില്ലായ്മയ്ക്കും കാരണം ഇതാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തു പോകുന്നതാണ്. പക്ഷേ ഒറ്റയ്ക്ക് മലയിലേക്ക് പോകാനാവാത്തതുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങുന്നു. വാതിൽ അടയ്ക്കുവാൻ അവൾ പിന്നെ ഓർമ്മിക്കുകയില്ല. ഡോക്ടർ സെസിമിനുമായി സംസാരിച്ചു. ഹെയ്ദിയെ എത്രയും വേഗം അവളുടെ അപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുപോകുവാൻ അനുവദിക്കണമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. കുട്ടിയെ ഇനിയും പോകാൻ അനുവദിച്ചില്ലെങ്കിൽ അവൾ ഒരു രോഗിയായി മാറും. അത് കൂടുതൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. സെസിമൻ ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് പരിഭ്രമിച്ചു. ക്ലാരയുടെ ഇഷ്ടത്തോഴിയായി കഴിയുകയായിരുന്ന ഹെയ്ദിയെ വിട്ടാൽ വീട്ടിലെ സ്ഥിതി എന്താകുമെന്നാണ് സെസിമൻ ഭയന്നത്. ഡോക്ടർ പറയുന്നതും ശരിയാണ്. കുറച്ചു സമയം ആലോചിച്ച ശേഷം സെസിമൻ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാൻ സമ്മതിച്ചു. കുറച്ച് ദിവസം ഹെയ്ദി അപ്പൂപ്പൻ്റെ അടുത്ത് കഴിയട്ടെ. അവൾക്ക് സാധാരണ സ്ഥിതിയായാൽ പറ്റുമെങ്കിൽ വീണ്ടും ക്ലാരയുടെ ഒപ്പം കഴിയാമല്ലോ. ക്ലാരയെ കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സെസിമൻ അകത്തേക്ക് പോയി. അധ്യായം 18.
ഹെയ്ദിയെ പിരിയുന്നതിൽ ക്ലാരയ്ക്ക് അതിയായ ദുഃഖം തോന്നി. അച്ഛൻ്റെ മനസ്സു മാറ്റാനായിട്ട് അവൾ പലതും പറഞ്ഞു നോക്കി. ഹെയ്ദിയെ വീണ്ടും വീട്ടിൽ കൊണ്ടുവരാമെന്നും അവൾ വന്നില്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് സന്ദർശിക്കാമെന്നും അച്ഛൻ അവൾക്ക് വാക്കുകൊടുത്തു. പക്ഷേ ഹെയ്ദിയെ ഒരു സുഖക്കേടുകാരി ആയി കാണാൻ ക്ലാരയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അടുത്ത ദിവസം തന്നെ ഹെയ്ദിയെ അവളുടെ വീട്ടിലെത്തിക്കുവാൻ സെസിമൻ ഏർപ്പാട് ചെയ്തു. റൊട്ടൻമിയർ ഹെയ്ദിയുടെ സാധനങ്ങളൊക്കെ പെട്ടിയിൽ അടുക്കി വെച്ചു. ക്ലാരയുടെ വകയായി പ്രത്യേകം ചില സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. നല്ല കുപ്പായങ്ങളും തൂവാലകളും ക്ലാര പറഞ്ഞതുകൊണ്ട് റൊട്ടൻമിയർ പെട്ടിയിൽ വെച്ചു. തുന്നുവാനുള്ള നൂലുകളും തുണികളും വേറെയും ഉണ്ടായിരുന്നു. ഹെയ്ദിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വായിക്കാനായി കുറച്ച് പുസ്തകങ്ങളും കൂട്ടത്തിൽ വെച്ചു. ഈ വിവരങ്ങളൊന്നും ഹെയ്ദി ആദ്യം അറിഞ്ഞിരുന്നില്ല. അവളോട് പോകുന്ന കാര്യം പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൂപ്പനെ കാണണമെന്ന ആഗ്രഹം അത്ര അധികമാണെങ്കിലും ക്ലാരയെയും ഹെയ്ദി വളരെയേറെ സ്നേഹിച്ചിരുന്നു. എത്തുന്നിടങ്ങളിലെല്ലാം സ്നേഹത്തിൻ്റെ സൗന്ദര്യം പരത്തുന്നവളാണ് ഹെയ്ദി. അവളോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുമ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. സെസിമൻ ഇതൊക്കെ ആലോചിച്ച് എങ്ങനെയാണ് അവളോട് വിവരം പറയുക എന്നറിയാതെ വിഷമിച്ചു. അപ്പൂപ്പനെ പറ്റി സെസിമൻ ഹെയ്ദിയോട് ചോദിച്ചു. ഹെയ്ദി വളരെ താല്പര്യപൂർവ്വമാണ് അപ്പൂപ്പൻ്റെ ഒപ്പം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പൂപ്പനെ ഒന്ന് കാണണമെന്ന് കുറേ ദിവസമായി ആഗ്രഹിക്കുന്നെന്ന് അവൾ സെസിമനെ അറിയിച്ചു. എന്നാൽ അപ്പൂപ്പനെ കണ്ടിട്ട് വരണമെന്നും പോകുന്നെങ്കിൽ ഉടനെ പോയി എത്രയും വേഗത്തിൽ തിരിച്ചു വരണമെന്നും സെസിമൻ ആവശ്യപ്പെട്ടു. ഹെയ്ദിക്ക് അവിടം വിട്ടു പോകുന്നതിൽ സങ്കടം തോന്നി. എങ്കിലും അപ്പൂപ്പനെ കാണാമല്ലോ എന്ന വിചാരം അവളെ സന്തുഷ്ടയാക്കുകയും ചെയ്തു. സെസിമൻ എന്തുകൊണ്ടാണ് അവളെ അപ്പൂപ്പനെ കാണാൻ അയക്കുന്നത് എന്ന് ഹെയ്ദിക്ക് മനസ്സിലായി. ചോദിക്കുവാൻ അവൾക്ക് തോന്നിയുമില്ല. യാത്ര ചോദിക്കുമ്പോൾ ഹെയ്ദി ക്ലാരയെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. എങ്കിലും ചിരിച്ചുകൊണ്ട് ഹെയ്ദി യാത്ര പറഞ്ഞു. ക്ലാരയും നിറകണ്ണുകളോടെ അവളെ യാത്രയാക്കി. അവിടുന്ന് ഹെയ്ദിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറേ ദൂരമുണ്ട്. അത്രയും ദൂരം ഒറ്റയ്ക്ക് പോകാൻ ഹെയ്ദിക്ക് കഴിയുകയില്ല. സെബാസ്റ്റ്യൻ അവളുടെ കൂടെ ഡോർഫ്ലി വരെ ചെല്ലാമെന്നേറ്റു. ഒരു വാടക വണ്ടിയിലാണ് അവർ പോയത്. പിറ്റേ ദിവസം ഡോർഫ്ലിയിൽ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു നഗരത്തിലെത്തിയ ശേഷം തുടർന്ന് വാഹനത്തിൽ പോകാൻ കഴിയില്ല എന്ന് ഡ്രൈവർ പറഞ്ഞു. റോഡ് വളരെ മോശമാണ്. ഇനി എങ്ങനെയാണ് ഡോർഫ്ലിയിൽ എത്തുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൈവണ്ടിയുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടത്. സെബാസ്റ്റ്യൻ അയാളോട് ചോദിച്ചു, ഡോർഫ്ലിയിലേക്ക് പോകാൻ എന്താണ് വഴി? ഈ വാഹനത്തിലാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. പക്ഷേ ഇനി അങ്ങോട്ട് റോഡ് മോശമായിട്ടാണ് കാണുന്നത്. അയാൾ ഡോർഫ്ലിയിലേക്കാണ് പോകുന്നത്. ഒരു ബേക്കറിക്കാരനാണ് അയാൾ. അയാൾക്ക് ഹെയ്ദി ആരുടെ കുട്ടിയാണെന്നും എവിടെയാണ് അവൾക്ക് പോകേണ്ടതെന്നും മനസ്സിലായി. ഹെയ്ദിയെ അയാൾ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. ഹെയ്ദിയെ ഒറ്റയ്ക്ക് അയക്കുന്നതിൽ സെബാസ്റ്റ്യന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവളെ തനിക്ക് അറിയാമെന്നും ഒട്ടും ഭയപ്പെടേണ്ടതെന്നും ബേക്കറിക്കാരൻ ഉറപ്പുകൊടുത്തു. ഹെയ്ദിക്കും പേടിയുണ്ടായില്ല. സെസിമൻ പ്രത്യേകം ഏൽപ്പിച്ച് സമ്മാനമടങ്ങിയ ഒരു കവർ സെബാസ്റ്റ്യൻ അപ്പോഴാണ് ഹെയ്ദിയുടെ കയ്യിൽ കൊടുത്തത്. ഒരു കത്ത് അപ്പൂപ്പന് വേണ്ടിയും ഉണ്ടായിരുന്നു. ഹെയ്ദിയെ ചുംബിച്ച ശേഷം സെബാസ്റ്റ്യൻ തിരിച്ചു പോകാൻ ഒരുങ്ങി. ഹെയ്ദി കൈവണ്ടിയിൽ കയറി യാത്ര തുടരുകയും ചെയ്തു. വഴിയിൽ ബേക്കറിക്കാരൻ ഹെയ്ദിയുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഡോർഫ്ലിയിലെത്തിയപ്പോൾ പെട്ടിയും സാധനങ്ങളും ബേക്കറിക്കാരൻ ഇറക്കി വെച്ചു. ഹെയ്ദിയെയും ഇറക്കി. ഇനി എവിടേക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിലും ഹെയ്ദിക്ക് കഴിയും. പെട്ടി പീറ്ററുടെ വീട്ടിൽ വെക്കാം, പിന്നെ വന്നെടുത്താൽ മതിയല്ലോ, അവൾ കരുതി. ഹെയ്ദി ഓടി. കഴിയാവുന്ന വേഗത്തിൽ അവൾ പീറ്ററുടെ വീട്ടിലെത്തി. അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു. ഹെയ്ദി ഓടി വന്ന് അമ്മുമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാനാണിത്, ഹെയ്ദി. എത്ര കാലമായി കണ്ടിട്ട്. അമ്മുമ്മ എന്നെ മറന്നുപോയോ? അമ്മുമ്മ ഹെയ്ദിയുടെ തലയിൽ കൈവച്ചു. മുടി ഇഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. അവരുടെ കണ്ണിലൂറിയ ചുടുകണ്ണീർ ഹെയ്ദിയുടെ കൈകളിൽ വീണു. സത്യമായും നീയാണോ കുഞ്ഞേ? വൃദ്ധയുടെ കണ്ണുകൾക്ക് ഹെയ്ദിയെ തിരിച്ചറിയാനായില്ല. ഞാൻ തന്നെയാണ് അമ്മുമ്മേ. അമ്മുമ്മ കരയാതെ, ഞാൻ അമ്മുമ്മയെ കാണാൻ വന്നതല്ലേ.
ഹെയ്ദിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും പീറ്ററുടെ അമ്മ അവിടെ എത്തി. അവർ ഹെയ്ദിയെ കണ്ടതും അവളെ ചുംബിച്ചു. കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാം ഓർമ്മയിലുള്ളതിനേക്കാൾ സുന്ദരമായിട്ടാണ് ഹെയ്ദിക്ക് തോന്നിയത്. കൊടുമുടികൾ മഞ്ഞുമൂടി കിടക്കുന്നത് കുറേ നേരം കണ്ടു നിൽക്കണമെന്നുണ്ടായിരുന്നു. മലവാരം പൊന്നുകൊണ്ട് തീർത്തതുപോലെ തിളങ്ങുന്നു. സ്വർണ്ണവർണ്ണത്തിലുള്ള മേഘശകലങ്ങൾ ആകാശത്തിൽ അവിടെ പാറിക്കൊണ്ടിരുന്നു. പൂക്കൾ വിടർന്ന് സുഗന്ധം പരന്നിട്ടുണ്ട്. ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കെ ഹെയ്ദിയുടെ കവിളിലൂടെ കണ്ണീർ ചാലുകളായി ഒഴുകി. ഫർ മരങ്ങളുടെ ശിഖരങ്ങളും വീടിൻ്റെ മേൽക്കൂരയും കണ്ടു തുടങ്ങിയതോടെ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾക്ക് നടക്കാൻ തോന്നിയില്ല. കഴിയും വിധത്തിൽ ഓടി. കുടിലിൻ്റെ മുന്നിൽ ഒരു ബെഞ്ചിൽ അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെയ്ദി ഓടിച്ചെന്ന് അപ്പൂപ്പൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നിന്നു. അപ്പൂപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അപ്പൂപ്പൻ ഹെയ്ദിയെ പിടിച്ച് മുന്നിൽ നിർത്തി. കുറേ നേരം നോക്കി നിന്നു. നീ വന്നു അല്ലേ? ഞാൻ വിചാരിച്ചത് ഇനി ഒരിക്കലും മോളെ കാണില്ലെന്നാണ്. നീ ക്ഷീണിച്ചിരിക്കുന്നത് എന്താ? നിന്നെക്കൊണ്ട് വയ്യാത്ത ജോലിയെങ്ങാനും എടുപ്പിക്കാറുണ്ടോ? ഹെയ്ദി ക്ലാരയുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ പറഞ്ഞു കൊടുത്തു. ക്ലാരയും അവളുടെ അച്ഛനും അത്യധികം ദയയോടും സ്നേഹത്തോടുമാണ് പെരുമാറാറുള്ളതെന്ന് കേട്ടപ്പോൾ അപ്പൂപ്പന് സമാധാനമായി. സെസിമനെ ഏൽപ്പിച്ച കത്തും കവറും ഹെയ്ദി അപ്പൂപ്പനെ ഏൽപ്പിച്ചു. അപ്പൂപ്പൻ കത്ത് വായിച്ച് ഒന്നും പറയാത്തതെന്തെന്ന് ഹെയ്ദിക്ക് സംശയം തോന്നി. അത് മനസ്സിലാക്കിയിട്ടെന്നോണം അപ്പൂപ്പൻ പറഞ്ഞു, മോള് പറഞ്ഞത് നേരാ, അവർ നല്ലവരാണ്, എനിക്ക് വിശ്വാസമായി. നിനക്കുള്ള പ്രത്യേക സമ്മാനം ഇതിലുണ്ട്. ഈ പണമൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെലവാക്കാമെന്ന് ക്ലാരയുടെ അച്ഛൻ എഴുതിയിരിക്കുന്നു. പണത്തിൻ്റെ കാര്യമൊക്കെ അപ്പൂപ്പൻ തന്നെ നോക്കിയാൽ മതിയെന്നായിരുന്നു ഹെയ്ദിയുടെ അഭിപ്രായം. ഹെയ്ദിക്ക് അപ്പൂപ്പൻ പാലും റൊട്ടിയും കൊടുത്തു. അവളുടെ നിർബന്ധം കൊണ്ട് അപ്പൂപ്പൻ പാലും റൊട്ടിയും കഴിച്ചു. ഒരു ചൂളം വിളി കേട്ടു. ഹെയ്ദി വാതിലിനടുത്ത് ചെന്ന് നോക്കി. പീറ്റർ നടന്നു വരുന്നുണ്ട്. അവനാണ് ഒച്ചയുണ്ടാക്കിയത്. ഹെയ്ദിയെ കണ്ട് അവൻ അതിശയിച്ചു. വൈകുന്നേരം വരെ വർത്തമാനം പറഞ്ഞിരുന്ന അവർ മലമുകളിൽ സൂര്യൻ അസ്തമിക്കുന്ന മനോഹരമായ ദൃശ്യവും കണ്ടുമടങ്ങി. അധ്യായം 18 ഇവിടെ അവസാനിക്കുകയാണ്. കഥ കേട്ട ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.